സാർ, ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിനെ പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, പ്രതിപക്ഷം സ്ഥിരമായി നിയമസഭാ വേദികളെ ഒരു കളിക്കളമാക്കി മാറ്റുകയാണ് സാർ. ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചുള്ള അഴിമതി ആരോപണം എന്തുകൊണ്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് സ്പീക്കർ എഴുതി കൊടുക്കുന്ന അംഗീകരിക്കപ്പെടുന്നത് മാത്രമേ അംഗീകരിക്കാൻ വേണ്ടി കഴിയൂ എന്ന് വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ നാടകം തികച്ചും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമാണ്. കുഴൽനാടൻ പലപ്പോഴായി ഈ നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി തികച്ചും വാദമുന്നയിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തി മാത്രമായി അധംപതിക്കുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സാർ. അതുതന്നെയാണ് ഇപ്പോൾ അവർ ഇവിടെ ആവർത്തിക്കുന്നത് സാർ. ഈ കോൺഗ്രസിന്റെ വീര്യം, സമരവീര്യം അങ്ങ് ഡൽഹിയിൽ ഇടതുപക്ഷ എംഎൽഎമാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു കോൺഗ്രസിന്റെ സമരവീര്യം സാർ? ഇന്ത്യ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശക്തമായ സമരവുമായിട്ടാണ് ഡൽഹിയിലെ അതിശൈത്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അറബിക്കടലിൽ ആർത്തിരമ്പുന്ന തിരമാല കണക്കെ ഈ കേരളത്തിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, ജനപ്രതിനിധികൾ അതിശക്തമായ സമരമുഖം തീർത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായി. എവിടെ പോയി കോൺഗ്രസ്? മറുപടി പറയണം. ഈ കോൺഗ്രസ് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. 18 എംപിമാർ സാർ, പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന 18 എംപിമാരുണ്ട്. അവര് ഇന്ത്യയിൽ നീറുന്ന നിരവധി പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ മറുപടി പറയാൻ ഇവർ തയ്യാറായില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് രാജ്യത്ത് 2019 പാർലമെന്റ് പാസാക്കിയിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം എവിടെയായിരുന്നു കോൺഗ്രസ്? ഇന്ത്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും കിട്ടേണ്ട അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് ഇന്ത്യയുടെ പൗരത്വം ഇല്ലാതാക്കുന്ന, അവിടെ പൗരത്വം റദ്ദാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഇവിടെ അവതരിപ്പിച്ചു. എവിടെയായിരുന്നു സാർ കോൺഗ്രസ്? അതിന്റെ പേരിൽ തലസ്ഥാനം ആളിക്കത്തി സാർ. കോൺഗ്രസുകാർ തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ അഖിലേന്ത്യാ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തു ചെയ്യുകയായിരുന്നു? ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ കരുതൽ തടങ്കൽ അവർ വെച്ചു. അതിന്റെ ഭാഗശക്തമായ പോരാട്ടം നടത്താൻ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ നേതാക്കന്മാർ തയ്യാറായപ്പോൾ കോൺഗ്രസ് എംപിമാർ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ മിണ്ടിയില്ല, അഖിലേന്ത്യാ നേതാക്കന്മാർ മിണ്ടിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത് സാർ. ഈ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയപ്പോൾ പാർലമെന്റിൽ ഈ 18 എംപിമാർ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ? നമുക്ക് കിട്ടേണ്ട ഈ അവകാശത്തെ നിഷേധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഒരു നയാ പൈസ പോലും കേരളത്തിന് കൊടുക്കരുത് എന്ന് ഈ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം നേടിയെന്ന് അവകാശപ്പെടുന്ന ജനപ്രതിനിധികൾ പാർലമെന്റിനകത്തുണ്ടായതെന്താ? കേരളത്തിന്റെ വികസന മുടക്കികളായിരുന്നു സാർ. അതല്ലേ നമ്മളിവിടെ കണ്ടത്? അങ്ങനെ കേരള പദ്ധതി അത് പോട്ടെ, മറ്റൊരു കാര്യം ഇവിടെ ഉണ്ടായില്ല. 2000 ഡിസംബർ മാസത്തിൽ 2019-ലും 2020-ലുമൊക്കെ മൈക്ക് കൊടുക്കണം. ശ്രീ കുഴൽനാടന് 3 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. അത് സംസാരിക്കാൻ അങ്ങ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് എടുത്തു. ശരി, ഇതൊന്നും ശരി. പറഞ്ഞു സാർ. സാർ, ഈ പർട്ടിക്കുലർ ഒരു സാർ, ഞാൻ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ I would like to read the preamble of Indian Constitution. Sir, ഇവിടെ we the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political liberty of thoughts, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and unity and integrity of the nation. ഇതാണ് സാർ ഇന്ത്യൻ പ്രിയാമ്പിൾ. വളരെ വ്യക്തമായി പറഞ്ഞു. 72 സംവത്സരങ്ങൾ കഴിയുന്ന ഈ നാളിൽ നമ്മുടെ രാജ്യം
ഇത് ഏറ്റവും കൂടുതൽ അപ്ഹോൾഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുകയാണ്. അവിടെയാണ് കേരളത്തിൻ്റെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, RSS സംഘപരിവാർ ഇന്ന് ഈ രാജ്യത്ത് സ്വീകരിച്ചു വരുന്ന നയങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് പരിശോധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. കേരളം എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ നമ്മളോട് ഉപരോധം തീർക്കുന്നതോടൊപ്പം തന്നെ ഞാനും നിങ്ങളും ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാരും ബഹുമാനപ്പെട്ട ചെയർ ഉൾപ്പെടെ രാജ്യത്തിന് കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് കെട്ടിപ്പടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ ഇന്ന് സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിൽ കുത്തക കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറ വെക്കുന്ന നയമാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഓരോ മനുഷ്യന്റെയും ഗ്രാമീണ മേഖല മനുഷ്യന്റെയും അവരുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തധമനികളെ പോലെ സുപരിചിതമായ LIC വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും. BSNL വിറ്റ് കഴിഞ്ഞു. ഡിഫൻസ് ആകെ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പോർട്ടുകൾ, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്നല്ല, പൂർണ്ണമായി വിറ്റുതുലച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് എവിടെയാണ് സാർ ഇന്ന് ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ അഷ്യൂർ ചെയ്യുന്നത്? ഇന്ത്യയുടെ എല്ലാ മതവിഭാഗങ്ങളും ജാതി മത വ്യത്യാസമെന്നെ, വർണ്ണവർഗ വ്യത്യാസമെന്നെ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആശയത്തിന്റെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ കിട്ടേണ്ടതായിട്ടുള്ള സാമൂഹ്യ നീതി ഇതിന്റെ ഭാഗമായി അട്ടിമറിക്കപ്പെടുന്നു. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാർക്ക്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം റിസർവേഷൻ അട്ടിമറിക്കപ്പെടുകയാണ് സാർ. നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തന്നെ കാവ്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നു. വളരെ ശക്തമായ രീതിയിലുള്ള വലിയ പ്രതിഷേധം സംഘപരിവാർ ഗവൺമെന്റിന്റെ നയത്തിനെതിരായി ഈ കേരളത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് 48 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇന്ന് നാം കാണുന്നത് ഉന്നതമായ പഠനത്തിനു വേണ്ടിയും സ്കോളേഴ്സുകളായും ഡോക്ടേഴ്സ് റിസർച്ചുകളായും വരേണ്ട നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഏറ്റവും അവസാനമായി വന്ന വാർത്തകളിൽ ഒന്ന് UGCയുടെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച. സാർ, എവിടെയാണ് സോഷ്യൽ ജസ്റ്റിസ്? UGCയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഉയർന്ന യൂണിവേഴ്സിറ്റികൾക്കകത്ത് നിയമനങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉണ്ടാവേണ്ട പഠനവുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ അഡ്മിഷൻ ഉൾപ്പെടെ മറ്റ് വിഭാഗത്തിലില്ലെങ്കിൽ ജനറൽ സീറ്റുകളിൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും സാമൂഹ്യ വ്യവസ്ഥിതിയെയും അട്ടിമറിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന സംഘപരിവാർ ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഒരു അക്ഷരം പോലും, അത് ചർച്ചയ്ക്കെടുക്കുന്ന വേളയിൽ പോലും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതിപക്ഷം നടത്തിയ നാടകം ഇവിടെ നിറങ്ങിപ്പോക്ക് ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. സർ, കേരളത്തിലെ ഗവൺമെന്റ് 2023-24 മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ബജറ്റ് തികച്ചും ഒരു സൂര്യോദയ ബജറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രതീക്ഷയേകുന്ന നന്മയുടെ കരുതലായി സൂര്യോദയത്തിന്റെ പുതിയ കിരണങ്ങളും കേരളത്തിൽ പതിപ്പിക്കുന്ന ഈ ബജറ്റ്, നവകേരളത്തിന്റെ സമഗ്ര സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഈ ബജറ്റ് എന്തുകൊണ്ടും കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ.